ഹലോ ഫ്രണ്ട്സ്, PSC മൈൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC പഠനത്തിൽ മുൻവർഷ ചോദ്യങ്ങളുടെ പഠനം പ്രധാനപ്പെട്ടവയാണ്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു മുൻവർഷ ചോദ്യം എഫക്റ്റീവ് ആയ രീതിയിൽ പഠിക്കാം എന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക. സിലബസ് അനുസരിച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, കൂടെ ഇവയും ഉൾപ്പെടുത്തുക. PSC പഠനത്തിൻ്റെ തുടക്കത്തിൽ പലർക്കും മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കേണ്ട രീതി അറിയാത്തവർ ഉണ്ടാകും. അവ മനസ്സിലാക്കി പഠിച്ചാൽ മാർക്കിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. മുൻവർഷ ചോദ്യങ്ങൾ ഒരു എക്സാം ആയി അറ്റൻഡ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടതാണ്. മാർക്ക് നോക്കിയതിന് ശേഷം ആ ചോദ്യപേപ്പർ വായിച്ചു പഠിക്കുക. ശേഷം നിങ്ങൾക്ക് തെറ്റിയവയും അറ്റൻഡ് ചെയ്യാത്തവയും ടോപ്പിക്ക് അനുസരിച്ച് നോട്ട് ചെയ്തു വയ്ക്കുക. നോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിച്ച ടോപ്പിക്ക് തെറ്റിയതോ അറ്റൻഡ് ചെയ്യാത്തവയോ ഉണ്ടെങ്കിൽ അവ റിവിഷൻ ടോപ്പിക്ക് ആയിട്ടെഴുതുക. പഠിച്ചിട്ടില്ലാത്തവ പ്രത്യേകിച്ച് എഴുതുക. ശേഷം ഈ ടോപ്പിക്കുകൾ പഠിക്കുക. ഇങ്ങനെ ഓരോ മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക. ഇത് വഴി നിങ്ങളുടെ നെഗറ്റീവ് ഏരിയയും സ്ട്രോങ് ഏരിയയും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വഴി നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. നമുക്കിവിടെ കഴിഞ്ഞ LDCയുടെ കുറച്ച് ചോദ്യങ്ങൾ ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാം? നർമ്മദ, താപ്തി. ഈ ചോദ്യം നദികളെക്കുറിച്ചായതിനാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ആ ടോപ്പിക്ക് മുഴുവനായും കവർ ചെയ്തു പഠിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഇന്ത്യയിൽ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 157. ഇവിടെ ഭരണഘടനയിലെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമായതിനാൽ ആർട്ടിക്കിൾ ടോപ്പിക്ക് മുഴുവനായും പഠിക്കുക, കൂടാതെ ഗവർണറിനെക്കുറിച്ചും മുഴുവനായും പഠിക്കുക. ഈ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് തുടർന്ന് പോയാൽ നിങ്ങളുടെ മാർക്കിൻ്റെ നിലവാരം കൂടുന്നത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ്.